ഹായ് ഗൈസ്, നമ്മൾ രണ്ടാമത് പള്ളിയുടെ അടുത്തേക്ക് ആണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ക്രിസ്മസ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. കടവന്തറ വഴി പാസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇറക്കുളത്ത് ഇങ്ങനെ നല്ല രസകരമായിട്ട് സ്റ്റാർസിന്റെ ഒരു ഡെക്കറേഷൻ കണ്ട് നിർത്തിയത്. അത് കാണാൻ നിർത്തിയത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഫാത്തിമ മാതാ ചർച്ചിലാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. സോ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോ തന്നെ നമുക്ക് ആ ഗ്യാസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് റിയലി ഓസം. അതിന്റെ ലൈറ്റിന്റെ ആ ഒരു എന്താ പറയാ ചേഞ്ചിങ്, അതാണ് അതിന്റെ ഏറ്റവും അതിന്റെ കളർഫുൾ സ്റ്റാർസും അതിൻ്റെ ഉള്ള ഓരോ ലൈറ്റ്സും. ശരിക്കും അതാണ് ഈ ഒരു ഡെക്കറേഷന് ഇത്രയും മാറ്റിക്കൂട്ടാനുള്ള റീസൺ. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന വഴിക്ക് കണ്ട പള്ളികളിൽ എല്ലാത്തിനും എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കാര്യമാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ വൈകുന്നേരം ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്മസ് ട്രീസ് ആണ്. അതും ഫാബ്രിക്സ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ക്രിസ്മസ് ട്രീ. അതും നമ്മൾ വേറെ ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. എല്ലായിടത്തും ലൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ഗ്രീൻ ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ ഓരോ ക്രിസ്മസ് ട്രീസും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഫാബ്രിക്സ് വെച്ചിട്ടാണ്. ഇതാണെങ്കിൽ നെറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ കുറച്ച് ക്രീപ്പേഴ്സ് പോലെയും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതാണെന്നുണ്ടെങ്കിൽ സാരി. അങ്ങനെ ഇവിടെ എല്ലാ ക്രിസ്മസ് ട്രീസും അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു ഇന്നോവേഷൻ തന്നെയാണ്. ആൻഡ് മേളിലാണെങ്കിലും ലൈറ്റ്സും വരെ അതിൽ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ റിബൺസും ഒക്കെ കട്ട് ചെയ്ത് മൾട്ടി കളറായിട്ട് ഹാങ് ചെയ്ത് ഇട്ടേക്കുകയാണ്. ഇതൊക്കെ ശരിക്കും നല്ല ഭംഗിയാണ്. ശരിക്കും ഇതിനൊരു ബാക്കി എല്ലാ ഡെക്കറേഷൻസും ബാക്കി എല്ലാ പല ഡെക്കറേഷൻസും മാറ്റി നിർത്തുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സണലി കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് ആയിരിക്കുമല്ലോ. എന്തായാലും എനിക്കത് ഭയങ്കര ഒരു ഇതാ. മാതാവിന്റെ പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടിറങ്ങി. ഇപ്പം ചെറിയൊരു മാതാവിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും തിരി കത്തിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാവരുടെയും ഒരു ക്രിസ്മസ് മനോഹരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. താങ്ക് യു.